ലോകത്തിനു മുന്നിൽ റഷ്യയുടെ അന്തസ്സുയർത്തിയ രണ്ട് കാര്യങ്ങളാണ് ഡിസംബർ 18-നും 19-നും നടന്നിരിക്കുന്നത്. അതിലൊന്ന് ഭൂമിയിലെ മനുഷ്യരെ കാർന്നു തിന്നുന്ന ക്യാൻസറിനെതിരായ പ്രതിരോധമാണെങ്കിൽ രണ്ടാമത്തേത് യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവനയാണ്. ഇവ രണ്ടും മാനവരാശിയെ സംബന്ധിച്ച് ഏറെ ആവേശമുണ്ടാക്കുന്ന പ്രഖ്യാപനങ്ങളാണ്. ക്യാൻസറിനുള്ള പുതിയ വാക്സിൻ വികസിപ്പിച്ചതായി റഷ്യൻ ആരോഗ്യ മന്ത്രാലയമാണ് ഔദ്യോഗികമായി ലോകത്തെ അറിയിച്ചിരിക്കുന്നത്. അടുത്ത വർഷം ആദ്യം തന്നെ വാക്സിൻ രോഗികൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു തുടങ്ങുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ റേഡിയോളജി മെഡിക്കൽ റിസർച്ച് ആൻഡ് സെന്റർ ഡയറക്ടർ ആൻഡ്രി കാപ്രിൻ ആയിരുന്നു ഇക്കാര്യം അറിയിച്ചത്. വാക്സിനുകളുടെ രൂപഘടന കണ്ടെത്തുന്നതിനുള്ള നീണ്ട പ്രക്രിയ ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടെ 1 മണിക്കൂറിൽ താഴെയായി ചുരുങ്ങുമെന്നും റഷ്യൻ വാക്സിൻ പദ്ധതികളുടെ മേധാവി അറിയിച്ചിട്ടുണ്ട്. വാക്സിനുകളുടെയും അതിലെ mRNAകളുടെയും ഘടന നിശ്ചയിക്കുന്ന സങ്കീർണമായ പ്രക്രിയ AI-യുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ന്യൂറൽ നെറ്റ്വർക്ക് കമ്പ്യൂട്ടിംഗ് വഴി അരമണിക്കൂർ മുതൽ പരമാവധി 1 മണിക്കൂർ കൊണ്ട് പൂർത്തിയാകുമെന്ന തരത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നാണ് വാക്സിൻ മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരീരത്തിന്റെ പ്രതിരോധ ശേഷിയെ ഉദ്ദീപിച്ച് ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുകയാണ് ഈ വാക്സിനുകളുടെ രീതി. ട്യൂമർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിജനുകളുടെയോ അല്ലെങ്കിൽ പ്രത്യേക പ്രോട്ടീനുകളെയോ ആയിരിക്കും വാക്സിനുകൾ ലക്ഷ്യമിടുക. ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തെ ക്യാൻസർ കോശങ്ങൾക്കെതിരായി പ്രവർത്തിക്കാൻ സജ്ജമാക്കുകയാണ് ഇവ ചെയ്യുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നതിനിടയിൽ തന്നെയാണ് അതിനേക്കാൾ വേഗത്തിൽ ക്യാൻസർ വാക്സിന് വേണ്ടിയുള്ള പരീക്ഷണങ്ങൾ നടത്തി അതിലും റഷ്യ ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത്. യുക്രൈനിലെ റഷ്യൻ സൈനികരുടെ മുന്നേറ്റം നിലവിൽ നിർണായക ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത്. യുക്രൈനിലെ നല്ലൊരു വിഭാഗം പ്രദേശങ്ങളും ഇതിനകം തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞ റഷ്യയ്ക്ക് അമേരിക്കൻ സഖ്യകക്ഷികളുടെ സൈനിക സഖ്യമായ നാറ്റോയിൽ യുക്രൈൻ അംഗത്വം നൽകില്ല എന്ന പ്രഖ്യാപനം കൂടി വന്നാൽ ഇനി യുദ്ധം അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. റഷ്യയുടെ അയൽ രാജ്യവും മുൻ സോവിയറ്റ് യൂണിയന്റെ ഭാഗവുമായിരുന്ന യുക്രൈൻ നാറ്റോയിൽ അംഗമാകാൻ ശ്രമിച്ചതായിരുന്നു റഷ്യയെ പ്രകോപിപ്പിച്ചത്. യുക്രൈനെ പൂർണ്ണമായും പിടിച്ചെടുത്ത് റഷ്യയുടെ ഭാഗമാക്കാം എന്ന ആഗ്രഹം അപ്പോഴും റഷ്യയ്ക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അവർ യുദ്ധപ്രഖ്യാപനം നടത്താതെ സൈനിക നടപടി മാത്രമായി ഈ പോരാട്ടത്തെ വിശേഷിപ്പിച്ചിരുന്നത്. യുദ്ധപ്രഖ്യാപനം റഷ്യ നടത്തിയിരുന്നുവെങ്കിൽ വൻ നശീകരണ ശേഷിയുള്ള മിസൈലുകൾ ഉപയോഗിച്ച് ഒറ്റ ദിവസം കൊണ്ട് യുക്രൈനെ തീർക്കാനുണ്ടായിരുന്നതേ ഉള്ളൂ. എന്നാൽ അവരത് ചെയ്തിട്ടുമില്ല. തികച്ചും മാന്യമായ ഒരു സൈനിക നടപടിയായിരുന്നു റഷ്യ യുക്രൈനിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ഒഴികെ പരമാവധി ആൾനാശം ഒഴിവാക്കാൻ അവർ ശ്രമിച്ചിട്ടുമുണ്ട്. ഗാസയിൽ 45,000-ഓളം സാധാരണക്കാരെ കൊന്നുതള്ളിയ ഇസ്രയേലിന്റെ രീതിയല്ല യുക്രൈനിൽ റഷ്യ സ്വീകരിച്ചത്. ഉത്തരവാദിത്തമുള്ള ഒരു രാജ്യം കാണിക്കേണ്ട മാന്യതയായിരുന്നു യുദ്ധമുഖത്ത് പോലും റഷ്യ കാണിച്ചത്. യുക്രൈനിലെ ഒരു കുടുംബത്തെ റഷ്യയുടെ ചില സൈനികർ കൊലപ്പെടുത്തിയ വിവരമറിഞ്ഞ ഉടൻ ആ സൈനികരെ പിടികൂടി ജീവപര്യന്തം തടവിനെ ശിക്ഷിച്ച റഷ്യയുടെ നടപടി യുക്രൈനെ സംബന്ധിച്ചും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു. യഥാർത്ഥത്തിൽ യുക്രൈൻ ജനത ആഗ്രഹിച്ചതല്ല ആ രാജ്യത്ത് അവരുടെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നാറ്റോയിൽ അംഗമാകണമെന്നത് ജൂതവംശജനായ സെലൻസ്കിയുടെ മാത്രം ആവശ്യമായിരുന്നു. ഗാസയെ ചുട്ടേരിക്കുന്ന ജൂതപ്പകയുടെ മറ്റൊരു രൂപമാണത്. റഷ്യയെ ഒരു തരത്തിൽ യുദ്ധത്തിൽ കുരുക്കിടണമെന്നത് ഇസ്രയേലിന്റെ ആവശ്യം കൂടിയാണ്. കാരണം ഗാസയിലും ലബനനിലും സിറിയയിലും തുടങ്ങി ഇറാനിൽ വരെ ഇസ്രയേലിന്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ ഇറങ്ങുമ്പോൾ റഷ്യൻ സൈന്യം ഇടപെടാതിരിക്കാൻ റഷ്യ യുക്രൈൻ യുദ്ധം തങ്ങൾക്ക് സഹായകമാകും എന്നാണ് ഇസ്രയേലിന്റെ കണക്കുകൂട്ടൽ. അവരുടെ ഈ താല്പര്യത്തിന് കുടപിടിച്ചാണ് അമേരിക്കയിലെ ജോ ബൈഡൻ ഭരണകൂടവും മറ്റ് നാറ്റോ രാജ്യങ്ങളും സെലൻസ്കിയുമായി ചേർന്ന് റഷ്യയെ പ്രകോപിപ്പിച്ച് സൈനിക നടപടി വരുത്തിവെച്ചിരിക്കുന്നത്. റഷ്യ യൂറോപ്പിനെ ആക്രമിക്കുമെന്ന ഭീതി പരത്തി യൂറോപ്യൻ യൂണിയൻ ഒപ്പം നിർത്തുവാനും അമേരിക്കക്ക് സാധിച്ചിട്ടുണ്ട്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ വേദിയിൽ തന്നെ അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്ന മറ്റൊരു വെല്ലുവിളിയും റഷ്യൻ പ്രസിഡന്റ് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അത് ഒറേഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന്റെ കരുത്ത് പരീക്ഷിക്കാം എന്നതാണ്. റഷ്യയുടെ പുതിയ ഒറേഷ്നിക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിന് ഏത് അമേരിക്കൻ മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും എങ്ങനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് കാണിക്കുന്ന ഒരു മിസൈൽ ഡ്യുവലിന് റഷ്യ തയ്യാറാണെന്നും അതിന് അമേരിക്ക തയ്യാറുണ്ടോ എന്നുള്ള വെല്ലുവിളിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നടത്തിയിരിക്കുന്നത്. ഇതിനായി അമേരിക്കൻ മിസൈലുകളാൽ സംരക്ഷിക്കപ്പെടുന്ന ഒരു ലക്ഷ്യ കേന്ദ്രം തെരഞ്ഞെടുക്കുവാനും അദ്ദേഹം നിർദ്ദേശിച്ചു കഴിഞ്ഞു. അമേരിക്കയെ ശരിക്കും വെട്ടിലാക്കുന്ന വെല്ലുവിളിയാണത്. പുടിന്റെ ഈ വെല്ലുവിളി ഏറ്റെടുത്താലും ഏറ്റെടുത്തില്ലെങ്കിലും അമേരിക്കയാണ് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ നാണം കെടാൻ പോകുന്നത്. അതാവട്ടെ വ്യക്തവുമാണ്.